നമസ്കാരം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് 2016 പുറത്തിറങ്ങിയ മോൺസ്റ്റർ എന്ന ചിത്രത്തിൻ്റെ കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒച്ചയുണ്ടാക്കാതിരിക്കുന്ന കാര്യം പറയട്ടെ. അപ്പോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഹൊറർ സിനിമയാണ്, ഒരു ഹൊറർ മൂഡുള്ള സിനിമയാണ്. അപ്പോൾ സിനിമയുടെ കഥ എനിക്ക് അറിയാവുന്ന രീതിയിൽ, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ മൂവി. സിനിമയിൽ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് ഉള്ളത്. ഒരു അമ്മയും അവളുടെ 15 വയസ്സായ കുട്ടിയും. അമ്മ ഒരു ചെയിൻ സ്മോക്കറാണ്, ആൽക്കഹോൾ അഡിക്റ്റ് ആണ്. അങ്ങനെ ഈ ലോകത്ത് എന്തൊക്കെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ എല്ലാത്തിനും അടിമയാണ് ആ സ്ത്രീ. അമ്മ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ഭർത്താവ് അവളെ വിട്ടു പോയി. അമ്മ ഇതുപോലെ കുടിച്ച് നശിക്കുന്നത് മകൾക്കും തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അമ്മയും മകളും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവാറുണ്ട്. പിരിഞ്ഞുപോയ അച്ഛൻ്റെ അടുത്തേക്ക് പോകണമെന്ന് അവൾ എപ്പോഴും വാശി പിടിക്കും. എന്നെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടാക്കിയേക്ക് എന്നാണ് അവൾ പറയാറ്. അപ്പോൾ അങ്ങനെ അമ്മയും പറഞ്ഞു ഓക്കെ ഞാൻ കൊണ്ടാക്കിയേക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ മോളെ കൊണ്ടുവിടേണ്ടതിൻ്റെ തലേ ദിവസം അമ്മ കുട്ടിച്ച് എവിടെയാണ് കിടക്കുന്നത് എന്താണ് എന്ന് ബോധം പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്നു. മോള് രാവിലെ തന്നെ എഴുന്നേറ്റ് പാക്കൊക്കെ ചെയ്ത് അമ്മയെ വന്ന് നോക്കുന്ന സമയത്ത് അമ്മ ഇനി എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ മോള് റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മ കുടിച്ചു വെച്ച ബോട്ടിലും വലിച്ചു വെച്ച സിഗരറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മോള് ക്ലീനാക്കി വെക്കുന്നു. രാവിലെ ആയതുകൂടി അറിയാതെ കിടന്നുറങ്ങുന്ന അമ്മയെ ഇതൊക്കെ ക്ലീനാക്കിയതിന് ശേഷം മോള് പോയിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നു നിങ്ങൾ രാവിലെ തന്നെ എന്നെ കൊണ്ടാക്കാന്നാണ് പറഞ്ഞത്, ഇത്രയും നേരമായിട്ട് എഴുന്നേറ്റിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് ചൂടാവുന്നു. ആ സമയത്ത് അമ്മ പറയും മോള് പോയിട്ട് വേഗം റെഡിയാവും, ഞാൻ അപ്പോഴത്തേക്കും വന്നേക്കാം എന്ന് പറയുമ്പോൾ മോള് പറയും അതൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചു, ഒരുപാട് നേരമായി ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട്, ഞാൻ റെഡിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി, അമ്മയാണ് എഴുന്നേക്കാത്തതെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കശവിശയൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ കുറച്ച് സമയമൊക്കെ എടുത്ത് അമ്മയും എഴുന്നേറ്റ് റെഡിയായിട്ട് മോളെ കൊണ്ടുപോകാനായിട്ട് വരുന്നു. എന്നിട്ട് അമ്മ പറയും സോറി ഞാൻ കാരണമാണ് വൈകിയത്. അപ്പോൾ മോള് പറയും എനിക്ക് സോറിയൊന്നും വേണ്ട, എനിക്കൊരു പ്രോമിസ് തന്നാൽ മതി. അപ്പോൾ അമ്മ എന്താണെന്ന് ചോദിക്കുമ്പം അവൾ പറയും നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി സിഗരറ്റ് വലിക്കരുത്. അങ്ങനെ ആയിക്കോട്ടെ ശരി ഞാൻ ഡ്രൈവിങ്ങിൽ സിഗരറ്റ് വലിക്കില്ല എന്ന് അമ്മ പറയും. അങ്ങനെ ആ പ്രോമിസിന് ശേഷം അവർ യാത്ര തുടങ്ങുകയാണ്. അതിനുശേഷം എവിടെയൊക്കെ ചെറിയ ചെറിയ കടകൾ കാണുന്നുണ്ടോ അവിടെയൊക്കെ നിർത്തി അമ്മ കാറിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ പോയിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് മകളോട് പറഞ്ഞു നീ കാറിനുള്ളിൽ വെച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ വലിക്കരുത് എന്നല്ലേ പ്രോമിസ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ വലിക്കുന്നില്ലല്ലോ, പുറത്തു നിന്നല്ലേ വലിക്കുന്നത്. അങ്ങനെ ഒരു യാത്ര തുടർന്നുകൊണ്ടിരുന്നു. നന്നായിട്ട് നേരെ ഇരട്ടി മഴയും പെയ്യാൻ തുടങ്ങി. അവരിപ്പോൾ ഒരു കാടിൻ്റെ മധ്യത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് റോഡൊന്നും അത്ര കൃത്യമായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് മുന്നിലുണ്ടായിരുന്ന ഒരു ചെന്നായി ഇവരുടെ വണ്ടി ഇടിച്ച് വണ്ടി ഒന്ന് കറങ്ങി അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഇടിയുടെ ആഘാതത്തിൽ അമ്മയ്ക്ക് നന്നായിട്ട് പരിക്കേറ്റു. പരമായിട്ട് തല കാറിലെവിടെയോ ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കാറൊന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ കാറ് നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അതിനി മുന്നോട്ടേക്ക് പോകുമെന്നും തോന്നുന്നില്ല, കാരണം വീലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് പുറത്തിറങ്ങി നോക്കുന്നു ഏത് ജീവിനെയാണ് ഇടിച്ചതെന്ന് അറിയണ്ടേ. മഴയായതുകൊണ്ട് അവർ കൃത്യമായിട്ട് കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ റോഡിൽ ഒരു ചെന്നായ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു. അതിനിടയിൽ അവർ ആ ചെന്നായുടെ ശരീരത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായ പല്ല് കിട്ടുന്നു. അപ്പം അമ്മ പറയും ചെന്നായ്ക്കൾക്കൊന്നും ഈ തരത്തിലുള്ള പല്ലല്ല, ഇത് മറ്റെന്തോ ജീവിയുടേതാണ് എന്ന് പറയും. അങ്ങനെ ഇനി ഏതായാലും ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ 911 വിളിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കുന്നു. അവിടെ തന്നെ വെയിറ്റ് ചെയ്തോളൂ, നമ്മൾ ഉടൻ തന്നെ ആംബുലൻസ് അയക്കാമെന്നാണ് റിക്കവറി ടീം മറുപടി പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ ആംബുലൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആ ചെന്നായെ അവിടെ കാണുന്നില്ല. ആ കുഞ്ഞുകുട്ടി മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അതിനെ അന്വേഷിച്ച് അവിടേക്കൊക്കെ മുന്നോട്ടേക്കൊക്കെ നടക്കുന്നു. അപ്പോൾ അതിനിടയിൽ ഒരു സ്ഥലത്ത് ആ ചെന്നായയെ കാണുന്നു. അതിൻ്റെ ശരീരം മുഴുവൻ എന്തോ കടിച്ച് തിന്നതായിട്ട് അവൾക്ക് കാണാൻ സാധിച്ചു. ഏതൊരു ജീവി കടിച്ച് അതിൻ്റെ ബാക്കി മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അവൾ പേടിച്ചിട്ട് അമ്മയെ വിളിക്കുന്നു. അമ്മയാണെങ്കിൽ ഒരു റെസ്പോൺസും ഇല്ല. അവസാനം അവൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് അമ്മയോട് കാര്യം പറഞ്ഞു ഞാൻ എത്ര പ്രാവശ്യം നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ വിളി കേട്ടില്ല എന്ന്. അപ്പോൾ അമ്മ ചോദിക്കുമേ നീ എന്നെ വിളിച്ചോ, ഞാൻ കേട്ടില്ല മോളെ, മഴയല്ലേ അതുകൊണ്ടായിരിക്കും എന്ന് അമ്മയും പറയുന്നു. അപ്പോൾ മോൾ അമ്മയോട് പറയും ഞാൻ ആ ചെന്നായിയെ കണ്ടു, അതിനെ എന്തോ ഒരു മൃഗം കടിച്ച് ബാക്കി മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്, അതൊരു പക്ഷേ വല്ല മോൺസ്റ്ററോ വല്ലതോ ആയിരിക്കുമോ എന്ന്. അപ്പോൾ അമ്മ പറയും അങ്ങനെ ഒരു സാധനമൊന്നുമില്ല, മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ജീവിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ കഥകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അമ്മ മകളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് 911 എന്ന് ഒരു മെക്കാനിക്കിനെ അയച്ചിരിക്കുകയാണ്. അങ്ങനെ ആ മെക്കാനിക്ക് വന്നിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഈ കാറിനെ വലിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഹുക്ക് നോക്കുകയാണ്. പക്ഷേ ആക്സിഡന്റ് പറ്റിയതായതുകൊണ്ട് ആ ഹുക്ക് ഡാമേജ് ആയിട്ടാണുള്ളത്. അങ്ങനെ അയാൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന് അടിയിലേക്ക് കിടന്നിട്ട് അത് ശരിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു വ്യത്യസ്തമായ ഒരു ജീവിയുടെ മുരളൽ കേട്ടു.
നോക്കും. അതെന്താണെന്നറിയാൻ അവൻ 4 പാടും ലൈറ്റൊക്കെ അടിച്ചു നോക്കി. പക്ഷേ അവനൊരു ജീവിയെയും കാണാൻ സാധിച്ചില്ല. അപ്പോൾ കുറേ നേരമായിട്ടും ഇവൻ പുറത്തേക്കൊന്നും വരാത്തത് കണ്ടിട്ട് നമ്മുടെ അമ്മയും മോളും ഹോണൊക്കെ അടിച്ച് അയാളെ വിളിച്ചൊക്കെ നോക്കി. പക്ഷേ ഒരു റെസ്പോൺസും ഇല്ല. അതുകൊണ്ട് അമ്മ പതിയെ ഇറങ്ങിയിട്ട് ഇയാളെ നോക്കാൻ വേണ്ടിയിട്ട് കാറിനടിയിലേക്ക് കുനിഞ്ഞു നോക്കുന്നു. അപ്പോൾ അയാളെ അവിടെ കാണുന്നില്ല. അവൻ്റെ ലൈറ്റ് മാത്രമാണ് അവൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഈ കാറിനടിയിൽ നിന്ന് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഇവരെ രാത്രിയിൽ എങ്ങോട്ടേക്ക് പോയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ച് ദൂരം അവിടെ ഇവിടെയൊക്കെ നടന്നു നോക്കി. അപ്പോൾ പെട്ടെന്ന് ഒരു അറ്റുപോയ കൈ അവരുടെ കാറിന് മുകളിലേക്ക് വീഴുന്നു. അത് കണ്ട് പേടിച്ചേരേണ്ട അമ്മ വേഗം കാറിനുള്ളിലേക്ക് കയറി വാതിലടയ്ക്കുന്നു. അമ്മയ്ക്കും മകൾക്കും ഭയങ്കരമായിട്ട് പേടിയായി തുടങ്ങി. അമ്മ മകളോട് പറയും, ഒന്നും പേടിക്കണ്ട, ഇതൊക്കെ ശരിയായിക്കോളും, ഇപ്പം ആംബുലൻസ് വരും, നീ പേടിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് മകളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറിനടിയിലുണ്ടായിരുന്ന മെക്കാനിക്ക് എവിടെ, ഇതാരുടെ കൈയാണ് എന്നിങ്ങനെ പല ചോദ്യങ്ങളായിരുന്നു അമ്മയുടെ മനസ്സിൽ. അതിനിടയിൽ ആ കുട്ടി എന്തോ ഒന്ന് കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. അത് കണ്ട അമ്മ അതെന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ വന്ന ആ മെക്കാനിക്കില്ലേ, അയാൾക്ക് നടക്കാനൊന്നും വയ്യാതെ തളർന്ന് നിരങ്ങി അയാളുടെ കാറിനടുത്തേക്ക് വരുന്നതാണ് കാണുന്നത്. അവൻ്റെ കുറച്ച് പിന്നിലായിട്ട് ഒരു വികൃതമായ ഒരു രൂപം, പല്ലിയും ചെന്നായും ചേർന്ന പോലെ ഒരു കൊടൂരമായ ജീവി നിൽക്കുന്നതായിട്ട് അവർ കാണുന്നു. ആ ജീവി ആ മെക്കാനിക്കിനെ പിടിച്ച് കട്ടിച്ച് വലിച്ച് പറിച്ച് വളരെ കൊടൂരമായിട്ട് അയാളെ കൊല്ലുന്നു. ഒരു മോൺസ്റ്ററെ നേരിട്ട് കണ്ടതോടുകൂടി അമ്മയ്ക്കും മകൾക്കും എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ മകൾ ചോദിച്ചു, അമ്മയല്ലേ പറഞ്ഞ് ഇവിടെയൊന്നും മോൺസ്റ്റർ എന്ന് പറയുന്ന സംഭവമില്ല, അത് വെറും കഥകളിൽ മാത്രമാണ് ഉള്ളത് എന്നൊക്കെ. അപ്പോൾ അമ്മ പറയുന്നു, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് മോളെ, എനിക്കറിയില്ല, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ മോള് പറയും, അയ്യോ അമ്മ, എനിക്ക് മോൺസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ചാവണ്ട, എനിക്ക് ഇനിയും ജീവിക്കണം. അപ്പോൾ അമ്മ പറയും, തീർച്ചയായും മോളെ, നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെടും, നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും, പേടിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മോൺസ്റ്റർ അവിടെ നിന്ന് പോയി എന്ന് അവർക്ക് വിശ്വാസം വരുന്നു. അപ്പോൾ അമ്മ പറയും, നമുക്ക് ആ മെക്കാനിക്കിൻ്റെ വണ്ടിയെടുത്ത് അതിൽ കയറി രക്ഷപ്പെടാം, അതുകൊണ്ട് മോളിവിടെ ഒച്ചയുണ്ടാക്കാതെ ഇരിക്കണം, അമ്മ പോയിട്ട് ആ വണ്ടി എടുത്തിട്ട് വരാം, അതിനുശേഷം മാത്രം മോള് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അമ്മ പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ആ കുട്ടിയുടെ കയ്യിലൊരു ചെറിയ പാവക്കുട്ടി ഉണ്ടായിരുന്നു. അതറിയാതെ പ്രസ്സായിപ്പോവും. അപ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്നൊരു പാട്ട് പുറത്തേക്ക് വരും. ഞെട്ടിവിറച്ചു പോയ അമ്മ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ കൂടിയിട്ട് ആ പാവയുടെ ശബ്ദം ഇല്ലാതാക്കുന്നു. എന്നിട്ട് കാറിൽ തന്നെ അനങ്ങാതിരിക്കുന്നു. പെട്ടെന്ന് ആ മോൺസ്റ്റർ അമ്മയെ വലിച്ചഴച്ച് പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് റോഡ് മുന്നിൽ കിടത്തി കടിക്കാൻ നോക്കുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് ഒരു ആംബുലൻസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആംബുലൻസിൻ്റെ ലൈറ്റ് മുഖത്തേക്ക് അടിച്ചതോടെ പെട്ടെന്ന് ആ മോൺസ്റ്റർ അവിടെ നിന്നും ഓടിപ്പോയി. എന്തോ ആ മോൺസ്റ്ററിന് ലൈറ്റ് പേടിയാണെന്ന് തോന്നുന്നു. പക്ഷേ ആ ആംബുലൻസിലുള്ളവർ ആ മോൺസ്റ്ററിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആംബുലൻസിൽ വന്നവർ വിചാരിക്കുന്നു ഇവൾക്ക് ആക്സിഡൻറ്റിലാണ് ഈ പരിക്ക് പറ്റിയത് എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൊരാൾ ആ നേരത്തെ അയച്ച മെക്കാനിക്ക് എവിടെയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോൾ മകൾ ഒരുപാട് തവണ പറഞ്ഞു, അയ്യോ പുറത്തേക്ക് പോകല്ലേ, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോയിട്ട് മോൺസ്റ്റർ ഉണ്ട്. പക്ഷേ അയാൾ അതൊന്നും കേൾക്കാതെ മുന്നിലേക്ക് നീങ്ങുന്നു. പെട്ടെന്ന് ആ മോൺസ്റ്റർ വന്ന് അയാളെ പിടിച്ച് കട്ടിച്ച് വലിച്ച് കുടഞ്ഞ് നേരെ ആംബുലൻസിന് മുകളിലേക്ക് വലിച്ചെറിയുന്നു. ശേഷം ആ മോൺസ്റ്ററും ആംബുലൻസിന് മുകളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഈ അമ്മയും മകളും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയോട്, അതായത് ആംബുലൻസിൽ വന്ന സ്ത്രീയോട് പറയുന്നു, ശബ്ദമില്ലാതെ നേരെ ഈ വേഗം ഇതിനുള്ളിലേക്ക് കയറി വരുമെന്ന്. അങ്ങനെ അവൾ അതിനുള്ളിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും മോൺസ്റ്റർ മുകളിൽ നിന്ന് വന്ന് അവളെയും വലിച്ചു കൊണ്ടുപോകുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നും പറഞ്ഞിട്ട് അമ്മ തന്നെ ആംബുലൻസും എടുത്തിട്ട് മുന്നോട്ടേക്ക് ഓടിച്ചു പോകുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ആ മോൺസ്റ്ററുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള സന്തോഷത്തോടെ പോവുകയാണ് ഇരുവരും. പെട്ടെന്ന് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസിനെ ഇടിച്ച് താഴെയിട്ടുകൊണ്ട് മോൺസ്റ്റർ അവിടേക്ക് എത്തുന്നു. വീണ് കിടക്കുന്ന വണ്ടിക്കുള്ളിലേക്ക് ആ മോൺസ്റ്റർ കയറി വരാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് അമ്മ അതിൻ്റെ മുഖത്തേക്ക് ടോർച്ച് ലൈറ്റ് അടിക്കുന്നു. അത് കണ്ട് പേടിച്ച മോൺസ്റ്റർ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ഈ അമ്മയ്ക്കും മകൾക്കും മനസ്സിലാവുന്നു ഈ മോൺസ്റ്ററിന് വെളിച്ചം പേടിയാണ് എന്നുള്ള കാര്യം. രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമാണ് രക്ഷപ്പെടാനാവുക എന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലാവുന്നു. തൻ്റെ മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ അമ്മ ഒരു ഐഡിയ പറയുന്നു. ഞാൻ കാട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ മോൺസ്റ്ററിൻ്റെ വഴി തിരിച്ചുവിടാം, ആ സമയത്ത് നീ ഇവിടെ നിന്നും രക്ഷപ്പെടണം, എന്നെപ്പറ്റി ചിന്തിക്കണ്ട, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് കുഞ്ഞിന് ധൈര്യം നൽകുന്നു. അപ്പോൾ മകള് പറയും, ഇല്ല അമ്മ, എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊന്നും വയ്യ, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് പോകാമെന്നൊക്കെ പറയും. അപ്പോൾ അമ്മ പറയും, ഇപ്പം അതൊന്നും ചിന്തിക്കേണ്ട കാര്യമല്ല, ഞാൻ എന്തായാലും തീർച്ചയായും വരുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം അമ്മ ആ ടോർച്ച് ലൈറ്റിന് പിന്നിൽ കുറച്ച് തുണി പന്തം പോലെ കെട്ടുന്നു. അതിനുശേഷം കയ്യിലൊരു ചെറിയ ലൈറ്റർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ആ തുണിക്ക് തീ കൊടുക്കുകയും ചെയ്യുന്നു. ആ പന്തവും കൊണ്ട് അവൾ കാട്ടിനുള്ളിലേക്ക് കയറുന്നു. അവിടെ വെച്ച് വളരെ ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് മോൺസ്റ്ററിനെ വെല്ലുവിളിക്കുന്നു. അതിനുശേഷം ആ തീ കെടുത്തുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ആ മോൺസ്റ്റർ വന്ന് ആ അമ്മയെ കട്ടിച്ച് പറിച്ച് ഏകദേശം
കൊല്ലാനുള്ള ആ ഒരു പരുവത്തിലേക്ക് ആക്കി വെക്കും. അപ്പോഴേക്കും അമ്മയുടെ നിലവിളി കേട്ടിട്ട് ആ സ്ഥലത്തുനിന്ന് പോകാൻ സാധിക്കാതെ ആ മകളും അങ്ങോട്ടേക്ക് വരുന്നു. ആ പാവം കുഞ്ഞ് മോൺസ്റ്ററിന്റെ പുറത്ത് ചറപറ അടിക്കുന്നു. എന്നിട്ട് അതിന്റെ മുഖത്ത് ലൈറ്റ് കാണിക്കുന്നു. അപ്പോൾ ആ ലൈറ്റ് പേടിച്ചിട്ട് മോൺസ്റ്റർ അവിടെ നിന്നും ഓടിപ്പോകുന്നു. പാവം അമ്മ ആ കുഞ്ഞിന്റെ കൈകളിൽ കിടന്ന് മരിക്കുന്നു. ഇനിയും ഭയപ്പെടുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. വീണ് കിടക്കുന്ന ആംബുലൻസിലേക്ക് കയറി ചെന്ന് അതിലുണ്ടായിരുന്ന ഇൻഫ്ലേമബിൾ ഗ്യാസ് എടുക്കുന്നു. ശേഷം അമ്മയുടെ ആ ലൈറ്റർ ഉണ്ടായിരുന്നല്ലോ അതും കയ്യിലെടുത്ത് തന്റെ പാവ പ്രസ് ചെയ്ത് ശബ്ദമുണ്ടാക്കുന്നു. ആ ശബ്ദം കേട്ട് മോൺസ്റ്ററും ആ വണ്ടിക്കുള്ളിലേക്ക് വരുന്നു. അത് ആ പാവയെടുത്ത് പിച്ച് ചെയ്യുന്നു. ആ ഒരു ഗ്യാപ്പിൽ ഈ കുട്ടി ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ഇവളുടെ ശബ്ദം കേട്ടിട്ട് മോൺസ്റ്റർ ഇവളെ ആക്രമിക്കാനായിട്ട് വരുന്നു. അവളാണെങ്കിൽ അവളുടെ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയാണ്. കയ്യിൽ ലൈറ്ററും സ്പ്രേയും പിടിച്ചുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ ഈ മോൺസ്റ്റർ അവളുടെ അടുത്തേക്ക് അവളെ ആക്രമിക്കാനായിട്ട് പാഞ്ഞെടുക്കുകയായിരുന്നു. സമയം പാഴാക്കാതെ അവൾ നേരെ ആ സ്പ്രേ അടിക്കുകയും കൂട്ടത്തിൽ തന്നെ ലൈറ്റർ കത്തിക്കുകയും ചെയ്യുന്നു. മോൺസ്റ്ററിന്റെ ശരീരം തീപിടിക്കുന്നു. അത് അവളുടെ മുന്നിൽ കിടന്ന് കത്തി അമരുകയാണ്. വേദന താങ്ങാനാവാതെ ആ മൃഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവസാനം ഒരു സ്ഥലത്ത് വീഴുന്നു. ഇതെന്താണ് മൃഗമെന്നറിയാൻ വേണ്ടിയിട്ട് അവൾ അതിന്റെ അടുത്തേക്ക് പോയി നോക്കുന്നു. അതിന്റെ ശരീരം ഓൾമോസ്റ്റ് 70% കത്തി തീർന്നിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അത് എഴുന്നേറ്റ് ഇവിടെ ആക്രമിക്കാൻ വരുന്നു. അവൾ കയ്യിൽ കിട്ടിയ എന്തൊരു സാധനം എടുത്ത് അതിനെ അടിച്ച് കൊല്ലുന്നു. അവളുടെ അമ്മയെ കൊന്നതിന്റെ പ്രതികാരം പോലെ. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൾ ആ സ്ഥലത്ത് നിന്നും നടന്നു പോകുന്നതായി കാണിച്ചുകൊണ്ട് സിനിമ അപ്പോൾ ഇങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. ശരിക്കും ഈ സിനിമ നമ്മളോട് പറയുന്നത് ഭയത്തെ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ മരണത്തെ പോലും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്നാണ്. അല്ലാതെ നമ്മൾ ഭയത്തിന് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപക്ഷെ മരണമായിരിക്കാം നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഭയപ്പെടാതെ മുന്നേറാൻ നാം പഠിക്കണം. അപ്പോൾ ഈ സിനിമയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള സിനിമാ കഥകളുമായിട്ട് കാണാം. അതുവരെ